നമസ്കാരം. സഞ്ജു സാംസണെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2027 IPL വരികയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചില ടീമുകൾ താരങ്ങളെ വെച്ചു മാറുന്നതായിട്ടും ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ട്രേഡ് നടത്താൻ പോകുന്നതായിട്ടും ചില ഊഹാപോഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ മുഖ്യ താരം നമ്മുടെ സഞ്ജു സാംസണാണ്. അപ്പോൾ ആ വാർത്തകൾ പറയുന്ന പ്രകാരം സഞ്ജു സാംസൺ മുംബൈ ഇന്ത്യൻസിലേക്ക് പോകുന്നു. മുംബൈ ഇന്ത്യൻസിലുള്ള ഹാർദിക് പാണ്ഡ്യ പകരം ചെന്നൈയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കാനായിട്ടുള്ള കാരണം ഒരു പ്രതികരണം വന്നു കഴിഞ്ഞ ദിവസം. അത് സഞ്ജു സാംസൺ ഏതൊരു IPL ഫ്രാഞ്ചൈസിയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാച്ച് വിന്നറാണെന്ന് ആകാശ് അംബാനി പറഞ്ഞിരിക്കുന്നു. ആകാശ് അംബാനി ആരാ? നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ മത്സരങ്ങൾ നടക്കുമ്പോൾ ആ ഡെഗൌട്ടിൽ സ്ഥിരമുണ്ടാകുന്ന ഒരു കക്ഷി. മുകേഷ് അംബാനിയുടെ മകൻ, കൂടെ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനി ഉണ്ടാകാറുണ്ട്. ഇവർ സ്ഥിരം ഈ ക്രിക്കറ്റ് നിരീക്ഷിക്കുന്നവർക്ക് കാണാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഈ പോസ്റ്റ് വന്നേക്കുന്നത്. കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. മുംബൈ ഇന്ത്യൻസിന് സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ വർഷങ്ങളോളമായിട്ടുള്ള താല്പര്യമുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയതായിട്ടാണ് ഈ വാർത്തകളൊക്കെ വന്നേക്കുന്നത്. പിന്നെ മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരു എന്തുകൊണ്ട് ഇത്തരം വാർത്തകൾ വരുന്നു, ഇങ്ങനെ സഞ്ജുവിനെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുംബൈ ഇന്ത്യൻസിന് ഒരു മാച്ച് വിന്നറായ ഒരു വിക്കറ്റ് കീപ്പറുടെ അഭാവമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ദക്ഷിണാഫ്രിക്കക്കാരനായ റിയാൻ റിക്കിൾട്ടൺ എന്നൊരു കളിക്കാരനുണ്ട്. പക്ഷേ ഒരു വിദേശ പ്ലെയർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലഭ്യത ഒരു പ്രശ്നമാണ്. ഇനി അദ്ദേഹത്തിനും ഇതേപോലെ മറ്റ് താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ദേശീയ ടീമിൻ്റെ ഭാഗമായി നിൽക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു സീസണിൽ കിട്ടിയില്ല എന്നും വരും. അപ്പോൾ ഇദ്ദേഹം മാറിക്കഴിഞ്ഞാൽ പകരം മുംബൈ ഇന്ത്യൻസിൻ്റെ ഡെഗൌട്ടിലുള്ളത് റോബിൻ മിൻസ് എന്ന അൺക്യാപ്ഡ് പ്ലെയറാണ്. അപ്പോൾ ഒരു കുറെ കൂടി ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മാച്ച് വിന്നർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ കിട്ടിയാൽ മുംബൈ ഇന്ത്യൻസിന് അത്രയും നല്ലത്. അപ്പോൾ അവർ പരിഗണിക്കുന്ന പ്രധാന സംഗതി അത് സഞ്ജുവാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച പ്രകടനമല്ല കാഴ്ചവെച്ചത്. രോഹിത് ശർമ്മ വലിയ താമസമില്ലാണ്ട് പാഡ് അഴിക്കുകയും ചെയ്യും. അപ്പോൾ സഞ്ജു വന്നു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഒരു നല്ലൊരു ബാറ്റ്സ്മാനെയും കിട്ടും, അതോടൊപ്പം നല്ലൊരു ക്യാപ്റ്റനെയും കിട്ടും. ഇതാണ് ഈ വാർത്തകളിലേക്ക് ഇത്തരം പ്രചാരണങ്ങളുടെയൊക്കെ അടിസ്ഥാനം. പക്ഷേ ഇത് വെറും വാർത്തകൾ മാത്രമാണ്. മുംബൈ ഇന്ത്യൻസോ ഇപ്പോൾ പറയുന്ന പോലെ ആകാശ് അംബാനി ഇത് പ്രതികരിച്ചതിനെ സംബന്ധിച്ചോ ഒരു സ്ഥിരീകരണം നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് വെറും വാർത്തകൾ മാത്രമാണ്, അല്ലെങ്കിൽ പ്രചാരണം മാത്രമാണ്. അപ്പോൾ ഈ ലേലത്തിന് മുന്നോടിയായിട്ട് ചില മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചില സോഷ്യൽ മീഡിയ പേജുകൾ പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ടും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഇനി കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ മറ്റൊരു പ്രചാരണം കൂടി നടക്കുന്നുണ്ട്. അത് മുകേഷ് അംബാനി സഞ്ജുവിന് 10 കോടി രൂപയുടെ ചെക്ക് കൊടുത്തു എന്ന തരത്തിലുള്ള ചില ചിത്രങ്ങളും വാർത്തകളുമാണ് പ്രചരിക്കുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായി വ്യാജമാണ്. മറ്റത് ഏതെങ്കിലും തരത്തിൽ സാധ്യത കൽപ്പിക്കാമെങ്കിൽ ഇത് പൂർണ്ണമായി AI നിർമ്മിത ചിത്രങ്ങളും പോസ്റ്റുകളുമാണ് ഇക്കാര്യത്തിൽ പ്രചരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഹാർദിക് പാണ്ഡ്യ സഞ്ജു സാംസൺ കൈമാറ്റ ചർച്ചകൾ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ സീസണിൽ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനം വളരെ മോശമായിരുന്നു. അപ്പോൾ മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യനെ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഹാർദിക്കിന് പകരം ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജു സാംസണെ ടീമിലെത്തിക്കാനും നായകനുമാക്കാനുമാണ് മുംബൈ ഇന്ത്യൻസ് ശ്രമിക്കുന്നതെന്നാണ് വാർത്തകളും സൂചനകളും ഒക്കെ പുറത്തു വന്നേക്കുന്നത്. ഏതായാലും ഈ ട്രേഡ് ചർച്ചകളോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നാണ് മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെൻറ്റായിട്ട് അടുത്തുള്ളവരും പറയുന്നത്. BCCIയും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള യാതൊരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. പിന്നെ മറ്റൊരു സംഗതി, ഹാർദിക് പാണ്ഡ്യ ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് മാറാൻ താല്പര്യപ്പെടുന്നു, അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രേഡിന് സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസ് ഇങ്ങനെ വെച്ചു മാറുകയായിരുന്നു. പകരം രവീന്ദ്ര ജഡേജയെയും സാം കറനെയും കൊടുത്തിട്ട് അവിടെ നിന്ന് സഞ്ജു ചെന്നൈയിലേക്ക് വന്നു. അപ്പോൾ ഇതേ മാതൃകയിൽ ഹാർദിക് പാണ്ഡ്യ ചെന്നൈയിലേക്ക് വരികയാണെങ്കിൽ പകരം ശിവം ദുബെ അവരെയാണ് മുംബൈ ലക്ഷ്യമിടുന്നത്. പിന്നെ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അയാളും ഒരു ഓൾറൗണ്ടറാണ്, ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരമാകും. പിന്നെ ഒന്ന് ആയുഷ് മഹാത്രെ മുംബൈ കിട്ടാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഒരു ഓപ്പണറാണ്, വളർന്നു വരുന്നൊരു രോഹിത് ശർമ്മയായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കാം. അതുകൊണ്ടാണ് ഈ വെറും 19 വയസ്സുള്ള ആയുഷ് മഹാത്രെ അദ്ദേഹം മുംബൈ സ്വദേശിയും കൂടിയാണ് എന്നുള്ളതുകൂടി ഓർക്കണം, ഇദ്ദേഹത്തെ കൊണ്ടുവന്നേക്കണം. പക്ഷേ ചെന്നൈക്ക് ഈ ആയുഷ് മഹാത്രെ പോകുന്നതിൽ ടീമിൽ നിന്ന് വിട്ടുകൊടുക്കാൻ ചെന്നൈക്ക് താല്പര്യമില്ലെന്നും പറയുന്നു. അവർ ശിവം ദുബെയുടെ കാര്യത്തിൽ ഓക്കെയാണ്.
പകരം ആയുഷ് മാത്രയ്ക്ക് പകരം ഡിവാൾഡ് ബ്രീവീസ് ദക്ഷിണാഫ്രിക്കയുടെ ഒരു പ്രായം കുറഞ്ഞ ഒരു മധ്യനിര വെടിക്കെട്ട് ബാറ്ററാണ്. അദ്ദേഹത്തെ കൊടുക്കാമെന്നൊരു ഓപ്ഷൻ ചെന്നൈ വെക്കുന്നു എന്നും പറയുന്നു. പക്ഷേ ചെന്നൈ അപ്പോഴും ഈ പറയുന്ന തരത്തിൽ എന്താ പറയുക, സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്നാണ് സൂചന. ഏതായാലും ഈ 2 താരങ്ങളെ വിട്ടുകൊടുക്കുന്നതിനോടൊപ്പം തന്നെ 10 കോടി രൂപ പൈസയായിട്ട് നൽകാനും ചെന്നൈ തയ്യാറാണെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഹർദിക്ക് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ഏതാണ്ട് ഈ സീസണിലോടുകൂടി ടാറ്റ ബൈ ബൈ പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹർദിക് പാണ്ഡ്യയെ സ്വന്തമാക്കാനായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ക്യൂവിൽ നിൽപ്പുണ്ട്, അതേപോലെ ഡൽഹി ക്യാപിറ്റൽസും. കാര്യം കൊൽക്കത്തയ്ക്ക് കഴിഞ്ഞ സീസണിൽ അജിങ്ക്യ രഹാനെയായിരുന്നു നായകൻ, അദ്ദേഹം വിരമിച്ചു. അപ്പോൾ അവർക്കൊരു ക്യാപ്റ്റനെ വേണം. അങ്ങനെയാണ് ഹർദിക് പാണ്ഡ്യയെ പരിഗണിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസും ഒരുപക്ഷെ ഹർദിക്കിനെ കിട്ടിയാൽ അത് ഹർദിക്കിനെ ക്യാപ്റ്റനാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്തുകൊണ്ട് സഞ്ജുവിൻ്റെ കാര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ സീസണിൽ സഞ്ജുവിനെ ടീമിലെത്തിച്ചത് അവരുടെ വെറും ഒരു കൈമാറ്റത്തിന് ഒരു സീസണിലേക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നതല്ല, ഒരു ദീർഘകാല പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അവർ നേരത്തെ ടീം മാനേജ്മെൻറ്റ് തന്നെ പറഞ്ഞത്. അപ്പോൾ അറിയാമല്ലോ, ഈ രവീന്ദ്ര ജഡേജയും സാം കറണിനെയും നൽകി ഏതാണ്ട് 18 കോടി രൂപയുടെ ഇടപാടാണ്. കാര്യം സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസിലെ വില 18 കോടി രൂപയായിരുന്നു. അതേ വിലയ്ക്ക് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ജഡേജയ്ക്കും സാം കറണിനും ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങോട്ടേക്ക് കൊടുത്തപ്പോൾ ജഡേജയ്ക്ക് 18 കോടി രൂപ ഉണ്ടായിരുന്നപ്പോൾ അത് 14 കോടിയായിട്ട് കുറയ്ക്കുകയും സാം കറണിന് 2.4 കോടി രൂപ, അങ്ങനെ 16.4 കോടി രൂപയുടെ ഡീലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ബാക്കിയുള്ള തുക ചെന്നൈയുടെ പേഴ്സിൽ വന്നു ചേർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി എന്തുകൊണ്ട് സഞ്ജു എന്ന് ചോദിച്ചാൽ, MS ധോണിക്ക് ശേഷം ചെന്നൈ ടീമിൻ്റെ ജനപ്രീതിയും ബ്രാൻഡ് വാല്യൂവും അതേപടി നിലനിർത്താൻ പോകുന്ന ഒരു ഇന്ത്യൻ താരത്തെയാണ് ചെന്നൈ ആവശ്യപ്പെടുന്നത്, ഒരു ഐക്കൺ താരത്തെയാണ്. അപ്പോൾ സഞ്ജുവിനുള്ള ആരാധക പിന്തുണ അത് അവർക്ക് വലിയ ഗുണകരമാകും എന്ന് ചെന്നൈ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ദീർഘകാല കോച്ചായിരുന്ന സ്റ്റീഫൻ ഫ്ലെമിങ്ങിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ സീസണോടുകൂടി അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. പുതിയൊരു ഹെഡ് കോച്ചിനെ ചെന്നൈ ഉടൻ പ്രഖ്യാപിച്ചേക്കും. അങ്ങനെ പുതിയൊരു കോച്ച് വന്നാൽ ഋതുരാജ് ഗെയ്ക്വാദ്, സഞ്ജു, അതേപോലെ തന്നെ ചിലപ്പോൾ ഹാർദിക് പാണ്ഡ്യ, ഇവരും പുതിയ കോച്ചും അടങ്ങും പുതിയൊരു കോമ്പിനേഷനെ ആയിരിക്കും ചെന്നൈയുടെ പദ്ധതി. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സാധ്യത ഉണ്ടായാൽ അത് നിലവിലുള്ള ഋതുരാജ് ഗെയ്ക്വാദിന് പകരം വരുന്ന സീസണിൽ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നേക്കാം എന്നുള്ള ഒരു പരിഗണന കൂടിയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മുൻകാല ട്രാക്ക് റെക്കോർഡ് രാജസ്ഥാൻ റോയൽസിനെ നയിക്കുകയും ഒരു തവണ ഫൈനലിൽ എത്തിക്കുകയും ചെയ്ത നായകനാണ് സഞ്ജു സാംസൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത് വലിയ മുതൽക്കൂട്ടാക്കും എന്നും കരുതുന്നുണ്ട്. അപ്പം നിലവിൽ സഞ്ജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിലോട്ട് പോകുന്നത് വ്യക്തിഗതമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയറിന് നല്ലത് തന്നെയാണ്. കാരണം IPL മുൻനിര ടീമുകളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സും അങ്ങനെ തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരാധക പിന്തുണയും അദ്ദേഹത്തിൻ്റെ മറ്റ് സാധ്യതകളും പരിഗണിക്കുമ്പോൾ ചെന്നൈയിൽ തന്നെ അദ്ദേഹം തുടരാൻ തന്നെയാണ് സാധ്യത എന്ന് നമ്മൾ അടിവരയിട്ട് പറയേണ്ടി വരും. പക്ഷേ മുംബൈയുടെ കാര്യത്തിൽ ഹർദിക് പാണ്ഡ്യ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ സഞ്ജുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ചെന്നൈയുടെ തന്നെ തുടരും. ഒരു പക്ഷേ വരുന്ന സീസണിൽ ചെന്നൈയുടെ ക്യാപ്റ്റൻ അത് സഞ്ജു തന്നെ ആയിരിക്കും എന്നുള്ളതും ഏകദേശം ഉറപ്പിക്കാം.